പ്രിയ വിദ്യാർത്ഥികളെ, ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക്, വലിയവർക്കും ആവശ്യമാണ്, അല്ലെങ്കിൽ ആവശ്യമുള്ള എല്ലാവർക്കും വേണ്ടി ഒരു കണക്ക് ക്ലാസ്. അതായത് തുടർന്ന് നിങ്ങളുടെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ വിഷമമെങ്കിൽ ആ ഭാഗം പറയുകയാണെങ്കിൽ അത് പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ ഇത് 7ാം ക്ലാസ്സിൽ ആയിരിക്കാം. അതായത് 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉള്ള ഇതായിരിക്കാം ഇപ്പോൾ കാണുന്നത്. ഭിന്നസംഖ്യകൾ 7/5, 2/5 രണ്ട് ഭിന്നസംഖ്യകളാണ്. ഇതിൽ 7/5 വിഷമ ഭിന്നവും 2/5 സാധാ ഭിന്നവുമാണ്. പിന്നെ എന്താണ് ഈ 7/5 എന്ന് പറയുന്നതിൻ്റെ വിശദമായ അർത്ഥം ഞാൻ പറയാം. ഒരു സാധനത്തിന് 5 ഭാഗമാക്കിയതിൽ 7 ഭാഗം. മറ്റേ 2/5 എന്ന് പറയുന്നത് ഒരു സാധനത്തിന് 5 ഭാഗമാക്കിയതിൽ 2 ഭാഗം. ഇവിടെ ചെറിയൊരു വൈരുദ്ധ്യം കാണുന്നു. ഒരു സാധനത്തിന് 7/5 ഉള്ള വൈരുദ്ധ്യം നോക്ക്. ഒരു സാധനത്തിന് 5 ഭാഗമാക്കിയതിൽ 7 ഭാഗം എന്ന് പറയാൻ ശരിയല്ല. അതിലെന്തോ ഒരു വൈരുദ്ധ്യം വ്യക്തമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ അടുത്ത ഭിന്നസംഖ്യ ആണെങ്കിലോ സുഖമാണ്. ഒരു സാധനത്തിന് 5 ഭാഗമാക്കിയതിൽ 2 ഭാഗം. അപ്പോൾ ഇനി 7/5 എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാവുന്നുണ്ട്. അത് വിഷമഭിന്നം പറയുന്നു. നമുക്ക് അതിനൊന്ന് കൈകാര്യം ചെയ്ത് നോക്കാം. 7/5 സമം 1 2/5 അതായത് 1 2/5 നമുക്ക് എങ്ങനെ കിട്ടിയേ? ഈ 5 കൊണ്ട് 7നെ ഹരിക്കുമ്പോൾ ഒരു തവണയാണ് പോകുന്നത്. ബാക്കി വരുന്നതാണ് 2. അപ്പോൾ എന്താണത് വരുന്നത്? 1 2/5. ഈ 1 2/5 എന്ന് പറയുന്നത് 1 + 2/5. അപ്പോൾ ആ 7/5 അർത്ഥം നമുക്ക് ഇപ്പോൾ ഒന്ന് കുറച്ചും കൂടി കൂടുതൽ മനസ്സിലാവും. അതായത് ഒരു പൂർണ്ണ ഭാഗവും പിന്നെ വേറൊരു സെറ്റിൽ 1നെ 5 2 ഭാഗവും. അപ്പോൾ 2 ആണ് യഥാർത്ഥത്തിൽ അവിടെ തന്നെ സാധനങ്ങൾ. ആ 2 സാധനത്തിൽ 7 ഭാഗം. അതായത് എന്ത് ചെയ്യുന്നു? ഓരോ സാധനത്തിനെയും 5 മാറ്റി അതിൽ 1 മുഴുവനായും മറ്റേതിലെ 2 ഭാഗവും എടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7/5 കിട്ടും. അതായത് അത് നമ്മൾ എന്താക്കി എടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് 7/5 ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ ഏത് വിധത്തിൽ ചെയ്യാം? 5 × 1 + 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 × 1 5 + 2 കൂടിയപ്പോൾ 7. പിന്നെ അടിയിൽ 5. അതായത് 7/5. അതൊരു സിസ്റ്റമാണ്. പക്ഷേ നമുക്ക് ഈ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാനും കിഴിക്കാനും വരും. അവിടെ നമുക്കത് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ല. 7/5 + 2/5 + 3/4 അങ്ങനെ ക്രമമായിട്ടോ അല്ലെങ്കിൽ അക്രമമായിട്ടോ, അതായത് ക്രമമല്ലാതെ സംഖ്യകൾ കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണെന്നും കൂടി മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ സിസ്റ്റത്തിൽ. എങ്ങനെ? 1 + 2/5 സമം 5/5 + 2/5 സമം 7/5. ഈ 5/5 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്? അവിടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 5/5 കിട്ടിയത് 1 എന്ന് പറഞ്ഞ സംഖ്യ യഥാർത്ഥത്തിൽ 1/1. ആ 1/1 ഛേദം, അതായത് ഹരിക്കാനുള്ള 1നെ 1 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞാൽ ഉത്തരം 1 തന്നെ. 1/1 ഛേദം 1ഉം 2/5 ഛേദം 5ഉമാണ്.
നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് സംഖ്യകൾക്കും കൂടി 1/1 1/1 1 2/5 5 1 5 എന്തായിട്ട് കിട്ടണം നമുക്ക്, ഒരേ ഡിനോമിനേറ്ററായി കിട്ടിയാലാണ് ഭിന്നസംഖ്യകൾ കൂട്ടാൻ സാധിക്കുള്ളൂ. അതായത് 1/5 1/1 1 2/5 5 കൂടി നമുക്ക് ഏറ്റവും ചെറിയ ഗുണനം ഏതാണ്? രണ്ടിനും പൊതുവായിട്ടുള്ള ഗുണനം എത്രയാണ്? 5 നമ്മൾ ആ 5 കൊണ്ട് 1/1 1 ഗുണിച്ചാൽ എന്ത് കിട്ടും? 5 കിട്ടും. അതാണ് നമുക്ക് 5/5 വരുന്നത്. പ്ലസ് 2/5 2/5 തന്നെ. അപ്പോൾ 5/5 പ്ലസ് 2/5 സമം 7/5. നമുക്കിനി അടുത്തടുത്ത സ്റ്റെപ്പ് കൂട്ടാനുള്ളതും ഇതിലുള്ള പാകപ്പിഴകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ അത് വിശദമായിട്ട് ഒന്നുകൂടി പറഞ്ഞ് എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ് തുടങ്ങാം. മാക്സിമം അതായത് നിങ്ങളുടെ കൂട്ടുകാരോട് പറയുക, ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മനസ്സുള്ളവർ മനസ്സ് ചെയ്യട്ടെ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു ക്ലാസ്സായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവിധമായ സഹകരണവും പ്രതീക്ഷിക്കുന്നു.